ഏത് ആഗ്രഹവും അതിവേഗം സാധ്യമാക്കാൻ മുരുകഭഗവാന് കഴിപ്പിക്കേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സന്താനഭാഗ്യം, മംഗല്യസിദ്ധി, ഉദ്ദിഷ്ടകാര്യസിദ്ധി, പഠന മികവ് തുടങ്ങി ഏത് ആഗ്രഹവും സാധ്യമാക്കാൻ ഈ വഴിപാട് കഴിപ്പിക്കാവുന്നതാണ്. ശിവന്റെയും ശക്തിയുടെയും പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ പാപ ദുരിതങ്ങളും നീങ്ങി ആഗ്രഹ സാഫല്യമുണ്ടാകും. മനഃശുദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ശ്രീമുരുകനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. നിത്യജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ചൊവ്വാദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ആരാധന വളരെ നല്ലതാണ്. രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനുമെല്ലാം ക്ഷിപ്രഫലം നൽകുന്ന വഴിപാടാണിത്. വളരെ വേഗം ആഗ്രഹ സാഫല്യത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്ന സുപ്രധാന നേർച്ചകളിൽ ഒന്നാണിത്. വഴിപാട് ഇതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒറ്റനാരങ്ങ വഴിപാട് കഴിപ്പിക്കുക. മുരുകന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചകളിൽ ഈ വഴിപാട് കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. സന്താനഭാഗ്യം, രോഗദുരിതം, മംഗല്യസിദ്ധി, ഉദ്ദിഷ്ടകാര്യസിദ്ധി, പഠന മികവ് തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ഫലങ്ങൾ പറയുന്നത്. ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ദേവതയായതിനാലാണ് സുബ്രഹ്മണ്യന് ചൊവ്വാഴ്ചകളിൽ ഒറ്റനാരങ്ങ വഴിപാട് നടത്തുന്നത്. 6 ചൊവ്വാഴ്ചകളിൽ അടുപ്പിച്ച് ഈ വഴിപാട് കഴിപ്പിക്കുക. കഴുകി വൃത്തിയാക്കിയ ഒരു വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു നാണയവും വെളുത്ത പുഷ്പവും വെച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാനെ തൊഴുത് വണങ്ങിയ ശേഷം ശ്രീകോവിലിൽ 6 തവണ പ്രദക്ഷിണം ചെയ്ത് ഈ വാഴയിലയിൽ വെച്ചിട്ടുള്ള നാരങ്ങയും ഒറ്റ നാണയവും പുഷ്പവും കൂടെ അവിടെ നടക്കിലിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. വഴിപാട് തുടങ്ങുന്ന ആദ്യ ചൊവ്വാഴ്ച തടസ്സങ്ങളെല്ലാം നീങ്ങി വഴിപാട് കറക്റ്റായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാന് വേണം ആദ്യമായിട്ട് ഒറ്റ നാരങ്ങയും നാണയവും വെള്ളപ്പൂവും സമർപ്പിക്കാൻ. ആദ്യത്തെ ചൊവ്വാഴ്ച മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യത്തെ ചൊവ്വാഴ്ച ഗണപതി ഭഗവാന് ആദ്യം സമർപ്പിച്ചതിനു ശേഷം സുബ്രഹ്മണ്യ ഭഗവാന് ഇങ്ങനെ ചെയ്യുക. അടുത്ത 5 ചൊവ്വാഴ്ചകളിലും ഈ സമർപ്പണം സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രം മതി. 6ാം തവണ ഭഗവാന് നാരങ്ങാമാല കൂടി സമർപ്പിക്കണം. 18 അല്ലെങ്കിൽ 21 നാരങ്ങകൾ കൊണ്ടുള്ള നാരങ്ങാമാലയുണ്ടാക്കി ഇതിനോടൊപ്പം നാരങ്ങാമാലയാണ് സമർപ്പിക്കേണ്ടത്. 6ാം ദിവസം നാരങ്ങാമാലയും സമർപ്പിക്കുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ്. തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ വഴിപാട് നടത്തുക. തീർച്ചയായും ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ.